السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ഈ മഹത്തായ വൈജ്ഞാനിക സദസ്സിന്റെ വേദിയിലും സദസ്സിലുമായി സംഗമിച്ചിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, വിശ്വാസികളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെ പ്രഖ്യാപിച്ചിട്ടുള്ള അഹ്ലുസുന്ന ആദർശ പ്രയാണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടന പ്രോഗ്രാമിലാണ് നമ്മളൊക്കെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ പ്രോഗ്രാമിനെ പലയിടങ്ങളിൽ നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഇതരാദർശ സഹോദരി സഹോദരന്മാരെ, നിർഭയത്വം തൗഹീദിലൂടെ എന്ന ശ്രദ്ധേയമായ ടൈറ്റിലിന്റെ കീഴിലാണ് 2 മാസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ആദർശ പ്രയാണം നടക്കാനിരിക്കുന്നത്. എന്നിൽ അർപ്പിതമായ വിഷയം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഉണർത്തി മുഖ്യപ്രഭാഷകനായ ബഹുമാന്യ പണ്ഡിതൻ ശിഹാബ് എടക്കരയ്ക്കു വേണ്ടി മാറിക്കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനത്തെയും അധ്വാനത്തെയും ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളെയും ഒക്കെ നന്മകൾക്ക് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന പരലോക ഭവനത്തിൽ സ്വാലിഹായ അമലായി കബൂലാക്കുമാറാകട്ടെ. ഈ ഒരു വൈജ്ഞാനിക സദസ്സ് ഒരുങ്ങിയതിന്റെ പിന്നിൽ ധാരാളം ആത്മാർത്ഥരായ പ്രവർത്തകരുടെ ചെറുതും വലുതുമായ അധ്വാനങ്ങളുണ്ട്.
അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരത്തിലുള്ള വൈജ്ഞാനിക സദസ്സുകളിൽ എണീറ്റ് നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഗദ്ഗത കണ്ഠരായി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ ശാരീരികവും മാനസികവുമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒട്ടനേകം ആളുകൾ ഈ കൂട്ടത്തിലും ഉണ്ടാകാം. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. കാസർഗോഡ് ജില്ലാതല അഹ്ലുസുന്ന ആദർശ പ്രയാണത്തിന്റെ ഈ ഒരു തുടക്കം നമ്മൾ വിചാരിച്ചതിലും അധികം നന്നായി തന്നെ ഇതിന്റെ 2 മാസത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. മൊറാലിറ്റി കാത്തു സൂക്ഷിക്കുക, ധാർമ്മികത അറിയുക, അത് ജീവിതത്തിൽ പകർത്തുക. ഇതാണ് അല്പസമയം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ആധുനിക കാലഘട്ടത്തിലെ ഓരോ മനുഷ്യരും മികച്ച ഭൗതിക സൗകര്യങ്ങൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പണ്ടൊരാൾ പറയുകയുണ്ടായി, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന ഖാറൂനുമാർ, ഫിറഔനുമാർ, ഇവരുടെയൊക്കെ ജീവിത സുഖങ്ങളാണ് ഇന്ന് ആവറേജ് തലത്തിലുള്ള ഈ പുതിയ കാലഘട്ടത്തിലെ ആളുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തലമുതിർന്ന ആളുകൾക്ക് തന്നെ അറിയാലോ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ജീവിത പരിതസ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. പക്ഷെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലും മനുഷ്യ മനസ്സുകൾ അസ്വസ്ഥമാണ്. സമാധാനം തേടി അലയുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അശാന്തമായ ഹൃത്തടങ്ങളെ, സമാധാനമില്ലാത്ത മനസ്സുകളെ ശാന്തമാക്കാൻ വേണ്ടി പല ആളുകളും പല വഴികളും കണ്ടെത്തുമ്പോൾ ലഹരിയിലേക്ക് സമാധാനം തേടി പോകുന്നവരുണ്ട്, സൈബർ അടിമത്തത്തിലേക്ക് പോകുന്നവരുണ്ട്, തെറ്റായ ലൈംഗിക വഴികൾ സ്വീകരിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള വഴിവിട്ട ഇടങ്ങളിലേക്കൊക്കെ സമാധാനം, സമാശ്വാസം കണ്ടെത്തി എത്തിപ്പെടുന്ന ആളുകളൊക്കെ ഒടുവിൽ അവർ എന്തന്വേഷിച്ചുകൊണ്ടാണോ അതിലൊക്കെ എത്തിപ്പെട്ടത്, അത് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ അശാന്തികളിലേക്കാണ് ഇത്തരം ആളുകൾ എത്തിപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പിന്നീട് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും ഡോസ് കൂടിയ വിഷം കഴിച്ച് റെയിൽപാളങ്ങളിൽ ആത്മഹത്യ ചെയ്ത്, ഉയർന്ന ഇടങ്ങളിൽ നിന്ന് താഴേക്ക് ആപതിച്ച്, അല്ലെങ്കിൽ ഒരു തുണ്ടം കയറിൽ ആത്മഹത്യാ കൊമ്പുകളിൽ ഒക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്ന പുതിയ സംരംഭം, ഒരു വാർത്ത നമ്മളൊക്കെ കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അശാന്തിയുള്ള ജീവിതം എവിടെ എത്തിപ്പെടും, വഴിവിട്ട ജീവിതങ്ങൾ എവിടെ എത്തിപ്പെടും എന്നുള്ളതാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡോക്ടർ CJ റോയ് ഒരുപാട് അനുഭൂതികളുടെ, സൗകര്യങ്ങളുടെ നടുവിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ജീവിതം. പക്ഷെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചത് ഒരു സൈലന്റ് ബുള്ളറ്റ് നെഞ്ചിലേക്ക് ഒഴുക്കിക്കൊണ്ടായിരുന്നു. അപ്പൊ മനുഷ്യർ സമാധാനം തേടി അലയുമ്പോൾ യഥാർത്ഥത്തിലുള്ള സമാധാനം എവിടെയെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ കടന്നു വരുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ സ്നേഹം, കാരുണ്യം, സഹകരണം തുടങ്ങിയ മൂല്യങ്ങളുടെ അളവുകൾ ഇന്ന് നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരെയും സഹായിക്കുവാനോ പരിഗണിക്കാനോ സമയമില്ല. മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും സമയമില്ല. എല്ലാവരും അവരുടേതായ ലോകത്താണ്, തിരക്കിലാണ്.
നല്ല നല്ല സൽഗുണങ്ങളുടെ അഭാവങ്ങൾ ഇന്ന് വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട് എന്നർത്ഥം. ഇത്തരത്തിലുള്ള നന്മകളൊക്കെ കാട് കയറിയപ്പോൾ പകരം അവിടെ സ്ഥാനം പിടിച്ചത് കൊലകളാണ്, കൊള്ളകളാണ്, തോന്നിവാസങ്ങളാണ്, അരാജകത്വങ്ങളാണ്. ഇത് സ്ഥാനം പിടിച്ചു എന്ന് മാത്രമല്ല, ഒരു പരിധിവരെ ഒരു നാടിന്റെ മുഖമുദ്രയായി മാറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുടുംബ തകർച്ചകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയും നാടിന്റെ നട്ടെല്ലിനെ തകർക്കുന്നു എന്നും നമുക്കറിയാം. എന്നാൽ ഇവിടെ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ധാർമ്മികത, മൊറാലിറ്റി കാത്തു സൂക്ഷിക്കേണ്ടത് എവിടെ നിന്നാണ്, അത് നേടിയെടുക്കേണ്ടത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ സംസാരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടുതരാൻ ഉദ്ദേശിക്കുന്നത്. ഋതുഭേദങ്ങളിൽ തളരാതെ തളിർക്കുന്ന തണൽമരം പോലെ ജീവിതത്തിലെ കൊടുമുടികളും അഗാധ ഗർത്തങ്ങളും അതിജയിച്ചുകൊണ്ട് ഹൃദയവസന്തം പൊഴിക്കാൻ എല്ലാം അറിയുന്ന നാഥൻ മനുഷ്യർക്ക് കനിഞ്ഞരുളിയ ഒരു സുന്ദരമായ പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അതിന്റെ ലക്ഷ്യം ഒന്നാണ്, ഒരേ ഒരു വിജയവീതി, അത് മാത്രമാണ്. ഇത് ഏതെങ്കിലും മതസ്ഥരുടെയോ ഏതെങ്കിലും വർണ്ണക്കാരുടെയോ ദേശക്കാരുടെയോ സ്വന്തം അവകാശമല്ല. മാനവകുലത്തിന്റെ സൃഷ്ടാവ് ഇറക്കിക്കൊടുത്ത സന്ദേശങ്ങളാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുള്ളത്. അജ്ഞതയുടെയും അധാർമികതയുടെയും അന്ധകാരങ്ങളിൽപ്പെട്ട് ദിശയറിയാതെ അലഞ്ഞ മനുഷ്യ സമൂഹത്തിന് അനുഗ്രഹമായി പ്രവാചകന്മാരിലൂടെ, പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായ പ്രവാചകന്മാരിലൂടെ കൈമാറിയ സത്യമാർഗമാണ് ഇസ്ലാം. നമ്മളൊക്കെ പ്രസംഗത്തിന്റെ പൊലിപ്പ് കൂട്ടാൻ വേണ്ടി പറയാറുണ്ട്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ പൂർണ്ണത പ്രാപിച്ച പരിശുദ്ധിയുടെ മതം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്നുള്ള ആ പർട്ടിക്കുലർ ഡേ, ഒരു സുന്ദരമായ ദിവസത്തിന്റെ പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ നടത്തുന്നുണ്ട്. അതായത് പ്രവാചക പൊങ്കുവന്മാർ ലോകത്ത് സമുദ്ധരിച്ച ഇസ്ലാമിന്റെ പൂർത്തീകരണമായിരുന്നു ആ പ്രഖ്യാപനം. ദീനിനെ പൂർത്തിയാക്കി എന്നാണ്. ഇനി ലോകാവസാനം വരെ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ വ്യക്തിക്കും നേരിന്റെ വഴി കാണിക്കുന്ന ഉജ്ജ്വല പ്രകാശമായി ഇസ്ലാം സഹസ്രാബ്ദങ്ങളായി ഈ 2026 ഈ 19-ാം തീയതിയിലെ ഈ സെക്കൻഡ് വരെ നിലനിൽക്കുന്നു. ഇനി നാളെയും അത് നിലനിൽക്കുമെന്നുള്ളതിൽ സംശയമില്ല. ജീവിതം എന്താണ് എന്നും ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നും കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട്, നന്മതിന്മകളെ വ്യക്തമായി വ്യവച്ഛേദിച്ചുകൊണ്ട്, അപാരമായ അറിവിന്റെ ഏകനായ ഉടമസ്ഥൻ അന്യൂനമായ മാർഗരേഖ നമുക്ക് സമ്മാനിച്ചു എന്നർത്ഥം. ഹൃദയങ്ങളിലെ ഇരുട്ടറകൾ നിറഞ്ഞൊഴുകിയ സമൂഹത്തിൽ മ്ലേച്ഛവൃത്തികളുടെ കുത്തൊഴുക്കുണ്ടായ കാലഘട്ടത്തിലാണ് അറേബ്യയുടെ ഉമ്മീകളായ മനുഷ്യ സമൂഹത്തിനിടയിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ സമൂഹത്തിലേക്ക് നിയോഗിച്ചുകൊണ്ട് സമുദ്ധരിക്കാൻ അള്ളാഹു തുടങ്ങിയത്. ദേഹേച്ഛകളെ പിന്തുടർന്ന് മൃഗതുല്യമായി ജീവിച്ചിരുന്ന ജാഹിലിയത്തിൽ, ആ ജാഹിലിയത്തിൽ നിന്ന് തൗഹീദനായി പോരാടി ശാശ്വതമായ സ്വർഗം പൂകിയ മഹാമനീഷികളുണ്ടായത് അജയ്യമായ ഖുർആൻ ഹൃദയാന്തരാളങ്ങളിൽ പ്രതിധ്വനി മുഴക്കിയപ്പോഴായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ അവർക്കുള്ളിലേക്ക് കുളിർമഴയായി പെയ്തിറങ്ങിയപ്പോൾ ചില സമയങ്ങളിലെങ്കിലും പേമാരിയായിട്ടും ആ സമൂഹത്തിന്റെ ഹൃത്തടങ്ങളിലേക്ക് ഖുർആനിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ അല്ലാഹു ഇറക്കി കൊടുത്തു. ആ ഖുർആനിന്റെ സന്ദേശങ്ങൾ അവർക്കിടയിൽ ഇറങ്ങിയപ്പോ ഒട്ടകത്തിന്റെ സോഫ്റ്റായ മൂക്കുകളിലേക്ക് ഇരുമ്പിന്റെ കൂർത്ത മുനയുള്ള അമ്പുകൾ കൊണ്ട് കുത്തി അതിൽ നിന്ന് ഒറ്റി വീഴുന്ന രക്തത്തുള്ളികൾ പാത്രങ്ങളിലേക്ക് ശേഖരിച്ച് അത് തന്റെ തൊണ്ടയിലേക്ക് പാർന്ന് അത് കുടിച്ചിറക്കി ആനന്ദ നൃത്തമാടിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ജാഹിലി അറബികളുടെ ചരിത്രമുണ്ട് നമ്മുടെ മുന്നിൽ. ചില വീടുകളുടെ മുന്നിൽ ഇങ്ങനെ ഒരു പതാക, ഫ്ലാഗ് പാറുന്നത് കാണാം. ആ പതാക പാറിയാൽ അവിടെയുള്ള ആളുകൾ ഒരു സിംബലായി മനസ്സിലാക്കിയിരുന്നത് ഈ വീട്ടിൽ ഒരു വേശ്യയായ പെണ്ണുണ്ട്, ശരീരത്തിന്റെ വികാരങ്ങളെ ശമിപ്പിക്കാൻ അവർ തയ്യാറാണ്,
എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ചെല്ലാനുള്ള സിമ്പലായിരുന്നു അത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കാരത്തിന്റെ 0 ഡിഗ്രിയിലായിരുന്നു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത സമൂഹമാണ് അവർ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന് 62-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞത് അവരെ കുറിച്ചാണ്. വ്യക്തമായ വഴികേടിലായിരുന്നു ആ സമുദായം ഉണ്ടായിരുന്നത്. ആ സമുദായത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മാനവ കുലത്തിന്റെ സന്മാർഗ ദർശക ഗ്രന്ഥമായി പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത്. ആ സമൂഹത്തിലുണ്ടായിരുന്ന അജ്ഞത മുറ്റിയ സമൂഹത്തിനിടയിൽ ജീവിച്ച ആളുകൾ പറഞ്ഞത്, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു പ്രവാചക, ഞങ്ങളിത് അനുസരിച്ചിരിക്കുന്നു എന്നുള്ള സുന്ദരമായ പ്രഖ്യാപനത്തിലേക്ക് അവർ കടന്നു വന്നു. പഴയ ശരീരങ്ങളിൽ പുതിയ മനുഷ്യരുണ്ടായി. നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന് മദ്യത്തിന്റെ വിഷയത്തിൽ ചോദിച്ചപ്പോൾ ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന് മദ്യത്തിന്റെ വിഷയത്തിൽ ചോദിച്ചപ്പോൾ ഇൻതഹൈനാ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ടായിരുന്നു. ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്ന് പറയുമാറുള്ള, അതായത് അവർ അന്ന് കുടിച്ചിരുന്ന മദ്യത്തിന്റെ ചഷകങ്ങൾ ഒട്ടകത്തിന്റെ മുരട് മാന്തിയെടുത്ത് അതിൻ്റെ ഉള്ളിലെ ചോറ് പുറത്തേക്ക് മാന്തിയെടുത്ത് ആ ഒട്ടകത്തിന്റെ മുരടിയിൽ അവർ മദ്യം ശേഖരിച്ചിരുന്നു. കാര്യമായി അറബികൾ കുടിച്ചിരുന്നത് കാരക്കയിട്ട് കുതിർത്തെടുത്ത മദ്യമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഒരു ഒട്ടകക്കുട്ടിയെ മുക്കാൻ മാത്രമുള്ള ആഴമുള്ള ചഷകങ്ങളുണ്ടായിരുന്നു. മദ്യത്തിന്റെ അബ്കാരി കോൺട്രാക്ടറായിരുന്ന അബൂ തൽഹത്തുൽ അൻസാരിയെ പോലെയുള്ള സഹാബിമാരുടെ മദ്യശേഖരങ്ങളിൽ പരിശുദ്ധ ഖുർആൻ അതിനെ നിങ്ങൾക്ക് നിർത്താനായില്ലേ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോ അനസ് ബിൻ മാലിക്കിനെ വിളിച്ചുകൊണ്ട് ആയുധമെടുത്ത ആ ചഷകങ്ങളെ തല്ലിയുടക്കുമ്പോ, കുടിച്ച മദ്യത്തെ ഛർദ്ദിച്ച് പുറത്തേക്ക് കളയുമ്പോ, ശരീരത്തിലേക്ക് ഒറ്റി വീണ മദ്യത്തിന്റെ ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോ, വായിലേക്ക് ഒഴിച്ചത് തുപ്പിക്കളയുമ്പോ, പാർന്ന് അതേ നുകർന്നു വെച്ച മദ്യത്തെ തട്ടിക്കളയുമ്പോ, അന്ന് ആ മദീനയുടെ മണ്ണിലൂടെ ഒഴുകിപ്പോയ മദ്യമൊഴുകിയ സ്ഥലത്ത് മുളച്ച പുല്ല് തിന്ന ഒട്ടകത്തിന്റെ പാലും മാംസവും ഞങ്ങൾക്ക് ഹലാലാണോ, ഞങ്ങൾക്ക് അനുവദനീയമാണോ എന്ന് ചോദിക്കുമാറുള്ള അഭൂതപൂർവമായ മാറ്റം ആ സമൂഹത്തിനിടയിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. തെരുവുകളിൽ മദ്യപ്പുഴ ഒഴുകി എന്നർത്ഥം. വ്യഭിചരിക്കാത്തൊരു ദിവസം പോലും കഴിച്ചു കൂട്ടാനാകാത്ത മനുഷ്യർ വിശുദ്ധിയുടെ പാതയിലേക്ക് കടന്നു വന്ന അത്ഭുതകരമായ കാഴ്ചയായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. ഗോത്രമഹിമയുടെ പേരിൽ രക്തം ചിന്തിയ പോരാളികൾ ഇസ്ലാമിന്റെ പതാകക്ക് കീഴിൽ തോളോട് തോള് ചേർന്ന് തന്ന രക്തസാക്ഷിത്വം വരിച്ച ചരിത്രത്തിന്റെ ഭൂമികകൾ ബദറിൽ കണ്ടു, ഉഹദിൽ കണ്ടു, ഹന്തക്കിൽ കണ്ടു, ഹുനൈനിൽ കണ്ടു, മുഅത്തയിൽ കണ്ടു. അങ്ങനെ 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 ധാരാളം ഇടങ്ങളിൽ തമ്മിൽ കണ്ടുകൂടായ്മയുടെ പ്രത്യയശാസ്ത്രം മുഴക്കിയിരുന്ന, അതുപോലെ തന്നെ തീണ്ടിക്കൂടായ്മയുടെ പ്രത്യയശാസ്ത്രങ്ങൾ മുഴക്കിയിരുന്ന, കഴുത്ത് നീണ്ട ഒട്ടകം അയൽവാസിയുടെ പറമ്പിൽ കയറി തൊട്ടിപ്പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അതിൻ്റെ പേരിൽ 60-70 കൊല്ലം യുദ്ധം ചെയ്തിരുന്ന ആ സമൂഹം ഒരു പതാകക്ക് കീഴിൽ തോളോട് തോള് ചേർന്ന് നിർത്തിയതിൻ്റെ പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതം ലോക മനുഷ്യരുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ധാർമ്മിക വിപ്ലവമായിരുന്നു അത്. ലിബറലിസവും ഫെമിനിസവും യുക്തിവാദവുമെല്ലാം സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ആധുനിക അന്ധകാരങ്ങൾ അറേബ്യ ജാഹിലിയത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇന്ന് ലിബറൽവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ജാഹിലിയത്തിന്റെ ഇരുട്ടറകളിലേക്ക് കൊണ്ടുപോകാനാണ്. ഫെമിനിസ്റ്റ് വാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ്. യുക്തിവാദികളും വ്യത്യസ്തകളും പറയുന്നത് അങ്ങോട്ട് കടന്നു ചെല്ലാനാണ്. ഒരു വ്യത്യസ്തവുമില്ല അവരുടെ ആദർശങ്ങൾക്ക്. മതങ്ങളും വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും സാമൂഹ്യ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ദൗത്യത്തിൽ നിൽക്കുമ്പോൾ നാസ്തിക ദർശനങ്ങളിൽ ഇവിടെ വ്യക്തികേന്ദ്രീകരമായ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ആദർശത്തിലേക്കാണ്, വ്യക്തി താല്പര്യങ്ങളിലേക്കാണ് യുക്തിവാദികളും ദൈവനിഷേധികളും മതമില്ലാത്ത ആളുകളും കടന്നുപോയി അവരെ സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ലളിതമായ ഉദാഹരണമായി സ്ത്രീ പുരുഷ ബന്ധങ്ങളോടുള്ള നാസ്തിക സമീപനം മാത്രം പരിശോധിച്ചു നോക്കിയാൽ മതി. വ്യക്തി താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് കൊണ്ട് തന്നെ ലൈംഗിക വിഷയത്തിൽ ആർക്കും എപ്പോഴും ആരുമായും സ്വതന്ത്ര രതി ആസ്വദിക്കാം. അത് സ്വന്തം മാതാവ് സ്വന്തം മകനോട് താല്പര്യം പ്രകടിപ്പിച്ചാൽ വരെ അതൊക്കെ ചെയ്യാമെന്ന് പറയുന്ന വഴിവിട്ട ചിന്താഗതികളിലേക്ക് നാസ്തികർ കടന്നു പോകുമ്പോൾ 6-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ വായിച്ചെടുത്ത അറബികളിൽ നിന്ന് വ്യത്യസ്തരല്ല ഇന്നത്തെ ഈ ജീവിക്കുന്ന നാസ്തികരും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് നാസ്തികർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തെ കാലഹരണപ്പെട്ട ഗോത്രീയ ചിന്താഗതിയായി പോലും ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ എത്തിസ്റ്റുകൾ മാറിയില്ലേ? ഈ വിഷയത്തിൽ നാസ്തിക ലോകത്തുനിന്നും പരിചയപ്പെടുത്താൻ പീറ്റർ സിംഗർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവരുടെ നേതാവ്. നാസ്തികർക്ക് അതിന്റെ മുകളിൽ എടുത്തു വെക്കാൻ ഒരാളില്ല.
പീറ്റർ സിംഗർ കവിഞ്ഞൊരു ധാർമ്മിക ചിന്തകൻ, മോറൽ ഫിലോസഫർ. അദ്ദേഹത്തിന്റെ അപ്പുറത്ത് വേറെ ആരുമില്ല. അറിയപ്പെടാൻ ഒരു ഫിലോസഫറും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ബയോ എത്തിക്സ് പ്രൊഫസറും എല്ലാമായ പീറ്റർ സിംഗറുടെ കേന്ദ്ര വിഷയം തന്നെ ധാർമ്മികതയുടെ തത്വശാസ്ത്രപരമായ നിർമ്മിതിയാണ്. ഒരു നാസ്തികൻ എന്ന നിലക്ക് ധാർമ്മികതയ്ക്ക് മതദർശനങ്ങളുടെയോ ദൈവവിശ്വാസത്തിന്റെയോ ആവശ്യമില്ല. ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ എന്തിനു മതം, എന്തിന് ദൈവത്തിന്റെ സുന്ദരമായ ആദർശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എന്താണോ അതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്ന ആശയങ്ങളാണ് അദ്ദേഹത്തിന്റെ സംവാദങ്ങളിലുള്ളത്, സിംബോസിയങ്ങളിലുള്ളത്, കൃതികളിലുള്ളത് എന്ന് അതേ പീറ്റർ സിംഗറിന്റെ ലേഖനങ്ങൾ വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും. ആളുകൾക്ക് പരമാവധി സുഖം നൽകാൻ സഹായിക്കുന്നത് എന്താണോ അതാണ് യഥാർത്ഥത്തിലുള്ള ധാർമ്മികത, മൊറാലിറ്റി എന്ന് പറഞ്ഞയാളാണ് പീറ്റർ സിംഗർ. അതാണ് അദ്ദേഹത്തിന്റെ മോറൽ ഫിലോസഫി എന്ന് പറയുന്നത്. ജീവിതം തന്നെ പരമാവധി സ്വന്തം സുഖിക്കാനുള്ളതാണ് എന്നും മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ് എന്നും അതേ ഇന്ന് ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ സുഖഭോഗങ്ങളുടെ പിന്നാലെ കടന്നു പോകുന്ന മനുഷ്യർക്ക് പിന്നെ കുരങ്ങനെ ഏണി വെച്ചു കൊടുത്തത് പോലെയാകില്ലേ അത്. അതുകൊണ്ട് തന്നെ വ്യക്തിസുഖത്തിന് വിരുദ്ധമായി വരുന്നത് സ്വന്തം കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ വരെ കൊല്ലാമെന്നുള്ള വാദക്കാരനാണ് എത്തിസ്റ്റുകളുടെ ആചാര്യനായ പീറ്റർ സിംഗർ. എന്താ പറഞ്ഞത്? നിങ്ങളുടെ സുഖങ്ങൾക്കും ആനന്ദങ്ങൾക്കും എതിരായി നൊന്ത് പ്രസവിച്ച കുട്ടി എതിരാണെങ്കിൽ പോലും ആ കുട്ടിയുടെ കഴുത്തിൽ നിങ്ങൾക്ക് കത്തി കൊണ്ട് വരയാമെന്നും നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കാമെന്നും എഴുതി വെച്ചയാളാണ് എത്തിസ്റ്റുകളുടെ നേതാവായ പീറ്റർ സിംഗർ. അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന കൃതിയിലൂടെ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഇങ്ങനെ സ്വന്തം സുഖങ്ങളും താല്പര്യങ്ങളും ആസ്വദിക്കാനായി വേണ്ട മാത്രം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് ഇവരെത്തിപ്പെടാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ കൃതികളാണ്. അതായത് സ്വന്തം ഇച്ഛകളെ ഇലാഹുകളാക്കി മാറ്റി എന്നാണ്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഹിറാ ഗുഹയുടെ മുകളിൽ നിന്ന് തുടക്കം ആരംഭിച്ച മാറ്റത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹാവേദഗ്രന്ഥം. ഖുർആൻ സൂറത്തു ജാസിയയിലൂടെ ചോദിച്ചില്ലേ, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു. വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്, ഓ പ്രവാചകരെ താങ്കൾ കണ്ടുവോ? സ്വന്തം ഇച്ഛകളെ ദൈവങ്ങളാക്കിയ ആളുകളെ കണ്ടുവോ? തന്നിഷ്ടങ്ങളെ ദൈവങ്ങളാക്കിയ ആളുകളെ നിങ്ങൾ കണ്ടുവോ? വഅളല്ലഹുല്ലാഹു അലാ ഇൽമിൻ. അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ വഴിപിഴപ്പിച്ചിരിക്കുകയാണ്. വഖതമ അലാ സംഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഇശാവ. അവരുടെ കേൾവികൾക്കും ഹൃദയത്തിന്റെയും പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖം അതേ ഒരു മുദ്ര വെച്ചിരിക്കുകയാണ്. ആരുടെ കേൾവിക്ക് മുകളിൽ, ആരുടെ ഹൃത്തടങ്ങൾക്ക് മുകളിൽ? അതേ സ്വന്തം ഇച്ഛകൾക്ക് പിന്നാലെ, സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പോകുന്ന, ഇച്ഛകളെ ഇലാഹുകളാക്കുന്ന ആളുകളെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫമൻ യഹ്ദിഹി മിൻ ബഅദില്ലാ അഫലാ തദക്കറൂൻ. ആരാണോ ഈ പിഴച്ചുപോയ ആളുകളെ അല്ലാഹുവിന് പുറമെ നന്നാക്കിയെടുക്കാൻ ആരുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് സൂറത്തുൽ ജാസിയയിലൂടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ദേഹേച്ഛകളെ ഇലാഹാക്കി സ്വാതന്ത്ര്യത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ജീവിത വീക്ഷണം ഇഹലോകത്തും പരലോകത്തും മനുഷ്യരെ പരാജിതരാക്കുമെന്നർത്ഥം. വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സന്തോഷവും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായി ഉദ്ഘോഷിക്കുന്നവർ അതുമൂലം സമൂഹത്തിനും ആ വ്യക്തികൾക്കും തന്നെ ഉണ്ടാക്കുന്ന നാശം എന്ന് പറയുന്നത് അത് ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടങ്ങളാണ്. ചിലപ്പോഴൊക്കെ അജ്ഞത നടിക്കുകയാണ് അത്തരം ആളുകൾ ചെയ്യുന്നത്. ആരെ? സ്വന്തം ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോവുകയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എന്തിനാണ് മതത്തിന്റെ വേലിക്കെട്ടുകൾ, എന്ത് ദൈവത്തിന്റെ പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞ് സ്വന്തം ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആളുകൾ അറിഞ്ഞും അറിയാതെയും ചെന്ന് വീഴുന്നത് മഹാഗർത്തത്തിലാണ്. മതത്തെ മണ്ണറക്കുള്ളിലാക്കി മനുഷ്യരാകാൻ ആഹ്വാനം ചെയ്യുന്നവർ ധാർമ്മികതയെ നിർവചിച്ച് അവസാനം കുടിച്ചു മൂടുന്നത് അവരുടെ ഖബർ തന്നെയാണ്. ധാർമ്മിക മൂല്യങ്ങളെ വിശദീകരിക്കാൻ ശാസ്ത്രം മതിയെന്നും ഭരണകൂട വ്യവസ്ഥകൾ മതിയെന്നുമൊക്കെയാണ് ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ അതേ മനുഷ്യനിർമ്മിത ശാസ്ത്രങ്ങൾക്ക് കഴിയുമോ? ശാസ്ത്രത്തിന്റെ വേണമെങ്കിൽ വെള്ളത്തിൽ അടങ്ങിയ മൂലകങ്ങളെ കുറിച്ച് പറയാൻ കഴിയും. 2 കാർബൺ ഡൈ ഓക്സൈഡും 1 ഓക്സിജനും ഉണ്ട് എന്ന് പറയാൻ കഴിയും. അണുബോംബ് ഉണ്ടാക്കാൻ കഴിയും. ലിറ്റിൽ ബോയ് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വെള്ളത്തിലടങ്ങിയ മൂലകങ്ങൾ H2 ആണെന്ന് പറയാൻ ശാസ്ത്രത്തിന് കഴിയുമെന്നല്ലാതെ അത് ദാഹിക്കുന്നവന്റെ തൊണ്ടയിലേക്ക് നീ നൽകിയാൽ അത് വലിയ ധർമ്മമാണെന്ന് പറയാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ശാസ്ത്രം മൊറാലിറ്റി പഠിപ്പിക്കുന്ന നഴ്സറിയല്ല, പിന്നെയോ ഭരണഘടനയും അതല്ല. ശാസ്ത്രത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങൾ നിർണ്ണയിക്കുക എന്നുള്ളതല്ല. അതിന്റെ പിന്നാലെ പോകുന്ന എത്തിസ്റ്റുകളോട് നമുക്ക് പറയാനുള്ളത് അതാണ്.
മതം എന്തിനെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് അതാണ്. അതുപോലെ തന്നെ എന്തിനാണ് ദൈവമെന്ന് പറയുന്ന ആ ശക്തി ഉണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത് അതാണ്. ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, അതേ ഭരണഘടനക്കും ധാർമ്മിക മൂല്യങ്ങളെ നിർണ്ണയിക്കാൻ കഴിയില്ല എന്നർത്ഥം. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. സ്വന്തം ചിന്താശേഷി ഉപയോഗിച്ചുകൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിയാമെന്നാണ് ചില ആളുകളെങ്കിലും സമൂഹത്തോട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ബുദ്ധി പറയുന്നത് എന്താണോ അതിന്റെ പിന്നാലെ പോവുക, സ്വന്തം ആശയങ്ങളിൽ ഉരുത്തിരിയുന്നത് എന്താണോ അതിന്റെ കൂടെ പോവുക എന്ന് പറയുന്ന ചില ആളുകളെ ഇന്ന് സമൂഹത്തിൽ കാണാം. വളരെ പരിമിതമായ ബുദ്ധിയല്ലേ പ്രിയപ്പെട്ടവരെ മനുഷ്യർക്കുള്ളത്? ആരുടെ ബുദ്ധിയെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്? ഏത് മനുഷ്യന്റെ ബുദ്ധിയെയാണ് നമ്മൾ അനുകൂലിക്കേണ്ടത്? നോക്കൂ നിങ്ങൾ, വളരെ പരിമിതമായ ബുദ്ധിയും അറിവും കഴിയുമുള്ള മനുഷ്യരെങ്ങനെയാണ് തങ്ങളുടെ പ്രവൃത്തിയിലൂടെ എല്ലാ വശങ്ങളെയും പരിശോധിച്ച് അവ നല്ലതോ ചീത്തയോ എന്ന് വിലയിരുത്തുക? എന്റെ നന്മ തിന്മകൾ ഞാനാണ് നിശ്ചയിക്കുക എന്ന ആധുനിക വിഡിത്തങ്ങളിൽ ഉഴലുന്ന ദൈവനിഷേധികൾ മനസ്സിലാക്കാതെ പോകുന്നത് അത്തരമൊരു മാർഗദർശനം വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സൃഷ്ടിക്കുന്ന അനിഷേധ്യമായ അപകടങ്ങളാണ്. അതവർ മനസ്സിലാക്കണം. അതുകൊണ്ട് വ്യക്തിയിൽ അധിഷ്ഠിതമായ ധാർമ്മിക വ്യവസ്ഥ എന്ന ആശയം തന്നെ ധാർമ്മികതയുടെ, മൊറാലിറ്റിയുടെ ചിതയൊരുക്കുകയാണ് ചെയ്യുന്നത്. ശരിയും തെറ്റും വ്യക്തികൾക്ക് സ്വയം നിശ്ചയിക്കാമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ കഴിയുക? എന്റെ ശരികളാണ് എനിക്ക് ശരിയെങ്കിൽ, ഒരാളെ കൊല്ലുന്നത് എനിക്ക് ശരിയാണ് എങ്കിൽ എന്തിനാണ് ഇന്ത്യൻ കോടതി ശിക്ഷിക്കുന്നത്? നാടിന്റെ കോടതി എന്തിനാണ് ജയിലറകൾ ഉണ്ടാക്കിയത്? നോക്കൂ നിങ്ങൾ, അതിന് പിന്നെ പ്രസക്തിയില്ലല്ലോ. എത്തിസ്റ്റുകളോട് നമ്മൾ ചോദിക്കുകയാണ്, മതം വേണ്ട എന്ന് പറയുന്നവരോട് നമ്മൾ ചോദിക്കുകയാണ്, അതുപോലെ തന്നെ പീറ്റർ സിംഗർമാരോട് നമ്മൾ ചോദിക്കുകയാണ്, മതം വേണ്ട എങ്കിൽ നിന്റെ മനസ്സിലുരിഞ്ഞ സുഖങ്ങളും അതുപോലെ തന്നെ ആനന്ദങ്ങളുമാണ് യഥാർത്ഥ വഴിയെങ്കിൽ ഇവിടെ നിയമങ്ങൾ എന്തിന്? ഇവിടെ ജയിലുകൾ എന്തിന്? ഇവിടെ നിയമപാലകരെന്തിന്? ഇവിടെ കോടതികൾ എന്തിന്? അതിന് പ്രസക്തിയില്ലല്ലോ. അതുകൊണ്ട് ഈ ചിന്തിക്കുന്ന ആളുകൾക്ക് അവരുടെ ആദർശങ്ങളിൽ ഒരുപാട് വിഡ്ഢിത്തങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊള്ളയും കൊലയും പീഡനവും തിന്മയുമാണത് എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് നിർവചിക്കാൻ കഴിയുക എന്ന് സ്നേഹത്തോടു കൂടി അത്തരം ആളുകൾ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സൂചിപ്പിച്ചു വന്നത് ധാർമ്മികത നിർണയിക്കേണ്ടത്, യഥാർത്ഥ ധാർമ്മികത എന്താണ് എന്ന് വിശദീകരിക്കേണ്ടത് എല്ലാം അറിയുന്നവനായ സ്നേഹനിധിയായ നാഥൻ മാനവരാശിക്ക് നൽകിയ, പ്രവാചകന്മാരിലൂടെ പകർന്നു നൽകിയ ജീവിത ദർശനങ്ങളിലൂടെയാണ്. പുരോഗമനത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന കൊടുങ്കാറ്റുകൾ എത്ര തന്നെ ഉയർന്നു പോയാലും നാം ഉറച്ചു നിൽക്കേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥ വഴിയിലാണ് എന്ന് ലോകം ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് പോലും ഫാസ്റ്റ് റിലീജിയൻ ഏറ്റവും കൂടുതൽ അധികം പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ദർശനം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമോഫോബിയ ഏറ്റവും കൂടുതൽ അരങ്ങ് തകർക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ കൺട്രീസ്. ആ രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അധികം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത്ഭുതം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറഞ്ഞത്. മഹാനായ ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഇണയായ ഹവ്വായിനെയും സ്വർഗത്തിൽ നിന്ന് അള്ളാഹ് വിലക്കിയ ഗനി കഴിച്ചതിന്റെ പേരിൽ പുറത്താക്കിയപ്പോ അള്ളാഹ് അവർക്ക് നൽകിയ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. കാരുണ്യവാനായ റബ്ബ് അവരോട് പറഞ്ഞതെന്താ? ഖുൽഹബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടുമെന്നാണ്. ആ മാർഗദർശനത്തെ ആരാണോ പിൻപറ്റുന്നത് അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല, അവർ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത് ലോകത്തിന്റെ രക്ഷിതാവിന്റെ വചനാമൃതങ്ങളാണ്. പരിശുദ്ധ ഖുർആനിന്റെ ദൈവികത തെളിയിക്കാൻ വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ പറയാറുണ്ട്. 1400 കൊല്ലങ്ങളായി പരിശുദ്ധ ഖുർആൻ ഇന്നും സമൂഹ മധ്യത്തിൽ നിലനിൽക്കുന്നത് ശാസ്ത്രത്തെ വെല്ലുന്ന പരാമർശങ്ങൾ പോലും ഇന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വചനം സമൂഹത്തിനെതിരാണ് എന്നും പ്രകൃതി വിരുദ്ധമാണ് എന്നും ഒരുപാട് ബുദ്ധിജീവികൾ അതിനെ അരിച്ചു പെറുക്കിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി സാധ്യവുമല്ല.
എന്തേ കാരണം? തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വിമർശന ബുദ്ധിയോടെയെങ്കിലും പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ഖുർആനിന്റെ ദൈവികത മനസ്സിലാക്കാൻ കഴിയും. ആ ഖുർആനാണ് പറയുന്നത്, ലോകത്തിന്റെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടിയ പരിശുദ്ധ ഖുർആനിന്റെ അതിന്റെ പ്രായോഗിക വിശദീകരണമായ പ്രവാചകന്റെ സുന്നത്തുകളെ പൂർണ്ണമായി അനുധാവനം ചെയ്യുന്നതിലൂടെ മാത്രമാണ് ധാർമ്മികത നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചൂഷണത്തിനുള്ള എല്ലാ മാർഗങ്ങളും ആ വേദഗ്രന്ഥം ഇല്ലാതെയാക്കി. ചോദിക്കട്ടെ, ഞാൻ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ സോഷ്യൽ മീഡിയകളിൽ, ആധുനിക ഇന്റർനെറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വിമർശിക്കപ്പെടുന്ന മതമേതാണ്? ഇസ്ലാമാണ്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വ്യക്തി ഏതാണ്? നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വേദഗ്രന്ഥം ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. എന്നാൽ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തി ആരാണ്? ഒരു ട്വിറ്റർ അക്കൗണ്ട് ഇല്ലാതെ, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാതെ, ഒരു വാട്സപ്പിൽ മെമ്പർ പോലും അല്ലാതെ, ആധുനിക സോഷ്യൽ മീഡിയ എന്താണെന്ന് പോലും അറിയാത്ത ലോകത്തിന്റെ പ്രവാചകനെ ഇരുത്തത്തിലും നടത്തത്തിലും മനക്കത്തിലും കോടാനക്കോടി ആളുകൾ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന പുലുകുന്ന മതം ഇസ്ലാമായത് എന്തുകൊണ്ടാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ഒരു ഭാഗത്ത് ആളുകൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവിതാ. ഇസ്ലാം എന്ന് പറയുന്നത് ധർമാധർമ്മങ്ങളെ, മൊറാലിറ്റി എന്തല്ല ഇതിനെ വ്യക്തമായി കാണിച്ചു തന്നു എന്നുള്ളത് കൊണ്ടാണ്. മദ്യത്തെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യരുടെ കാലിൻ്റെ അടിയിൽ കുഴിച്ചു മൂടിയതുകൊണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തൊഴുക്കുന്ന അതിന്റെ അബ്കാരി കോൺട്രാക്ടർമാർക്ക് ഇസ്ലാമിനോട് വിരോധമുണ്ടാകും. ലഹരി നുണയുന്ന ലോകമാണിന്ന്. നോക്കൂ നിങ്ങൾ, അത് പല പേരുകളിലായി, വകഭേദങ്ങളിലായി ലോകങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ബേക്കലിന്റെ ഈ പരിസരത്ത് ഞാൻ പ്രസംഗിക്കാതെ തന്നെ നിങ്ങൾക്കറിയില്ലേ? ആ മദ്യത്തിന്റെ, ആ ലഹരിയുടെ എല്ലാ വശങ്ങളെയും കൊട്ടിയടച്ചു. അതെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അതെല്ലാം കൈവടിയണമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് മദ്യത്തിന്റെ മുതലാളിമാർക്ക് ഇസ്ലാം എന്നും ഒരു ശത്രുസ്ഥാനത്തായിരിക്കും. പോൺ സൈറ്റുകൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ എന്ന് കോടാനക്കോടി പണം കൊയ്യുന്നത് ആ രംഗത്താണ്. അതുകൊണ്ട് ഒരു അന്യ പെണ്ണിന്റെ മുഖം, ശരീരം അത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നിവരെ കൃത്യമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പെണ്ണിന്റെ സുരക്ഷയൊരുക്കിയ ഈ ദീനിനെ അത്തരം ആളുകൾക്ക് എതിർക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു മഹാസത്യമല്ലേ? പലിശയെ, സാമ്പത്തികമായ കൊള്ളലാഭങ്ങളെ നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്നും എൻ്റെ പിതൃവ്യനായ അതേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ, നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ പലിശ ഇടപാടാണ് ഞാൻ ആദ്യമായി എൻ്റെ കാലിൻ്റെ അടിയിൽ കുഴിച്ചു മൂടുന്നത് എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകരത് നിർത്തലാക്കുമ്പോൾ, പലിശ കൊണ്ട് പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നതിന്റെ മുകളിൽ സിംഹാസനങ്ങൾ പണിയുന്നവർക്ക് ഇസ്ലാം എന്നും ശത്രുസ്ഥാനത്ത് തന്നെയായിരിക്കും. എന്താ സംശയം? അതുപോലെ തന്നെ ആളുകളെ ആൾ ദൈവങ്ങളിലേക്കും മരക്കഷ്ണങ്ങളിലേക്കും പാറക്കല്ലുകളിലേക്കും ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും കൊണ്ടുപോകുന്ന ചൂഷകന്മാർക്ക് ഇസ്ലാം എന്നും എതിരാണ്. ഖുർആനിന്റെ 6000 ചില്ലാനം വചനങ്ങളിൽ ഏതെങ്കിലും ഒരു രംഗത്ത് മനുഷ്യ ദൈവങ്ങളിലേക്കും മഹാന്മാരിലേക്ക് കറാമത്തുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അഭൗതികമായി അപ്പുറത്ത് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ അകത്ത് നിന്ന് ഇതിന് കൊള്ളിവെക്കുന്ന, ഇതിന് തുരങ്കം സൃഷ്ടിക്കുന്ന ഉസ്താദന്മാർ വന്നുകൊണ്ട് ചൂഷണം നടത്തിയാൽ അവർക്കെതിരെയും ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മറുപടി പറയും. അതിന് ഈ സംസാരിക്കുന്ന ആളുകളാണ് അങ്ങനെ വന്നതെങ്കിലും അവർക്കും മറുപടി പറയും. കാരണം ഇത് ഷാർപ്പായ ഗ്രന്ഥമാണ്. ഇതിൽ അതേ സംശയങ്ങളുടെ കരിനിഴലുകളില്ല. സമാധാനപരമായ സന്തുലിതാവസ്ഥ സമൂഹത്തിൽ രൂപം കൊള്ളിക്കുന്നു ഇസ്ലാം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. മുതിർന്നവരെ നിങ്ങൾ ബഹുമാനിക്കണമെന്നും ചെറിയവരോട് നിങ്ങൾ കരുണ കാണിക്കണമെന്നും പഠിപ്പിച്ച മതം മാതാപിതാക്കളെ അങ്ങേയറ്റം ആദരവും സ്നേഹവും ബഹുമാനവും കാണിക്കാൻ കൽപ്പിക്കുന്ന സുന്ദരമായ മൊറാലിറ്റിയുടെ മതമാണ് ദീൻ. പരിശുദ്ധ ഖുർആൻ, ദീനുൽ ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അതിന് പുറമെയുള്ള എല്ലാ ബന്ധങ്ങളെയും, അതിനി ചാറ്റിംഗ് ആകട്ടെ, ചീറ്റിംഗ് ആകട്ടെ, അത് ഇനി ട്രിപ്പുകളാകട്ടെ, അതുപോലെയുള്ള ശാരീരിക ബന്ധങ്ങളാകട്ടെ, ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് ഹറാമായ അനുവാദമില്ലാത്ത നോട്ടം പോലും നിരാകരിച്ചു ഇസ്ലാം. വിവാഹത്തിന്റെ മുമ്പുള്ള എല്ലാവിധ അഫെയറുകളെയും ഇസ്ലാം എതിർത്തു. കുടുംബ സംവിധാനം എന്ന് പറയുന്ന വലിയ ഒരു സംവിധാനത്തെ ഇസ്ലാം വാർത്തെടുത്തു. ലൈംഗിക വിശുദ്ധിക്കും തുടർന്നുള്ള ഉത്തരവാദിത്തങ്ങൾക്കും യാതൊരു പ്രാധാന്യവും നൽകാത്ത പാശ്ചാത്യ രാജ്യങ്ങളിലെ ദയനീയാവസ്ഥ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ.
10ാമത്തെ വയസ്സായാൽ അവിടെ ഗേൾ ഫ്രണ്ട് വേണം. അതുപോലെ തന്നെ അതില്ലാത്തവനെ ലോകം തിരിയാത്തവനാണെന്ന് മുദ്ര കുത്തപ്പെടുന്നു. 6ാം നൂറ്റാണ്ടിൽ നിന്ന് വാഹനം കയറാത്തവനാണെന്ന് മുദ്ര കുത്തപ്പെടുന്നു. അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഈ നിയമനിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിയത് കൊണ്ട് എന്തുണ്ടായി? അധാർമികതകൾ വാഴുന്ന അത്തരമിടങ്ങളിൽ നിന്ന് ഡേവിഡ് ബ്ലാങ്ക്ഹെൻ ഹോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് തീർന്നത്. കേട്ടിട്ടില്ലേ? തന്തയില്ലാത്ത അമേരിക്ക. എന്തേ ആ പേര് വരാൻ കാരണം? ആരാടി എൻ്റെ ഉമ്മ, ആരാടി എൻ്റെ ഉപ്പ എന്ന് തിരിച്ചറിയാത്ത മനുഷ്യ മക്കൾ വളർന്നു വന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബ സംവിധാനം, ആ സംവിധാനങ്ങളിൽ ഉപ്പയറിയാത്ത മക്കളുണ്ടാകില്ല, ഉമ്മയറിയാത്ത മക്കളുണ്ടാകില്ല. അതെ, ഡേവിഡ് ബ്ലാങ്ക്ഹെൻ ഹോണിന്റെ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന അതുപോലെയുള്ള പുസ്തകങ്ങൾ രചിക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല. അവിടെ ആരാണെന്നറിയാത്ത കുട്ടികൾ ഉണ്ടാകില്ല എന്നർത്ഥം. മനുഷ്യ മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെ സൃഷ്ടാവായ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കാണ് ഇത്രയും യുക്തിപൂർവമായി അറിയാൻ കഴിയുക എന്നുള്ളത് സഹോദരങ്ങളെ ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നോക്കൂ നിങ്ങൾ, കേരളത്തിലെ ഒരറിയപ്പെട്ട ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, സൂയിസൈഡ് വാർത്ത നിങ്ങൾ കേട്ടില്ലേ? ഡെന്റൽ കോളേജിലെ ആ കുട്ടിയുടെ മരണം പോലും എന്തിന്റെ പേരിലായിരുന്നു? ഒരു വർണ്ണ വിവേചനത്തിന്റെ പേരിലാണ് എന്ന് പുതിയ പഠനങ്ങളും അന്വേഷണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അതിന്ന് അരാജകത്വം സമൂഹത്തിൽ ഇന്ന് വിതക്കുന്നില്ലേ? അതിനെതിരെ ഇസ്ലാം പ്രതികരിച്ചു. നോക്കൂ നിങ്ങൾ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മനുഷ്യരെ, നിങ്ങളുടെ തൊലിയുടെ കളർ മാറിയാലും, നിങ്ങളുടെ മൂക്കിന്റെ ആകൃതി മാറിയാലും, കണ്ണിന്റെ കളർ മാറിയാലും, നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ രാജ്യത്തിന്റെ അതിർത്തികൾ നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഇതൊക്കെ ഞാൻ നിങ്ങളെ വ്യത്യസ്തരാക്കിയത് എന്തിനു വേണ്ടിയാണ്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണത്. വിവിധ ഗോത്രങ്ങളാക്കിയത്, വിവിധ നാട്ടുകാരാക്കിയത് തമ്മിൽ കൊമ്പ് കോർക്കാനല്ല, തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാമിന്റെ 5 നേരത്തെ നിസ്കാരം വരെ അതിനു വേണ്ടിയാണ്. സൊഫുകളിൽ നിൽക്കുന്നവൻ മുതലാളിയാണോ, ദരിദ്രനാണോ, മടമ്പിനോട് ചേർത്ത് നിൽക്കുന്നവൻ വെളുത്തവനാണോ, കറുത്തവനാണോ എന്നില്ല. ഹജ്ജിന്റെ സീസണിൽ നോക്കൂ നിങ്ങൾ, അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ അവരുടെ ഒരേ വാക്കുകളോടെ, ഒരേ വസ്ത്രത്തോടെ, ഒരുപക്ഷെ കോടീശ്വരന്മാരുടെ കുടുംബത്തിൽ നിന്ന് വന്നവരും ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്നവരും ഒരേ ശബ്ദത്തിൽ നോക്കൂ നിങ്ങൾ, നീതിയുടെ സമത്വത്തിന്റെ ബോധം മുന്നിൽ വെക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ ആദർശത്തെ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നു. ഇതാണ് ധാർമ്മികത. ജോർജ് ഫ്ലോയിഡ് ആരാണ് അദ്ദേഹം? നോക്കൂ നിങ്ങൾ, 2020 സമയങ്ങളിൽ 2020 മെയ് 25 അമേരിക്കൻ ഐക്യനാടുകളിലെ മിനസോട്ടയിലെ മിനിയാപോളിസ് നഗരത്തിലെ ഉൾഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന ആ വ്യക്തിയെ ഡെറക് ഷോവിൻ എന്ന് പറയുന്ന വെളുത്ത ബൂട്ടുധാരിയായ ഒരു പോലീസുകാരൻ കഴുത്തിൽ ചവിട്ടി കൊന്ന വാർത്ത നമ്മൾ വായിച്ചില്ലേ? എന്തിന്റെ പേരിലാണ്? എത്രത്തോളം എന്ന് ചോദിച്ചാൽ 8 മിനിറ്റും 46 സെക്കൻഡുമാണ് ആ പാവപ്പെട്ട കറുത്ത ജോർജ് ഫ്ലോയിഡിന്റെ കഴുത്തിൽ ഈ പറയപ്പെട്ട ഡെറക് ഷോവിൻ എന്ന് പറയുന്ന വെള്ളക്കാരനായ പോലീസ് ബൂട്ടമർത്തി പിടിച്ചത്. 2.5 മിനിറ്റ് നേരം ശബ്ദം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിലച്ചുപോയ ആ ജീവൻ വർണ്ണവിവേചനത്തിന്റെ പേരിലായിരുന്നു. അവിടെയാണ് ലോകത്ത് മാറ്റത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധ ഖുർആൻ, അതേ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. പരസ്പരം അറിയാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ വിവിധ നിറങ്ങളിലും ഗോത്രക്കാരും ഒക്കെ ആക്കിയത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ വെളുത്തവന് കറുത്തവന് എന്നുള്ളതല്ല. നേരെ മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ധർമ്മബോധങ്ങളിൽ മൊറാലിറ്റികളുടെ വടിയോരങ്ങളിൽ മേച്ചിൽപ്പുറങ്ങളിലൂടെ സഞ്ചരിക്കുന്നവനാരാണോ അവനാണ് വിജയം, അവനാണ് ദൈവത്തിന്റെ അടുക്കൽ ആദരണീയനെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞില്ലേ? ഹബീബായ പ്രവാചകൻ വെളുത്തവന് കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, അജമിക്ക് അറബിയേക്കാളോ, അറബിക്ക് അജമിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല സൂക്ഷ്മതയുടെ പേരിലല്ലാതെ എന്ന് ഉദ്ഘോഷിച്ച അതേ സത്യത്തിന്റെ മതാചാര്യനാണ് മഹാനായ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു സഹാബിയോട് കറുത്തവരുടെ മോനെ എന്ന് വിളിച്ചപ്പോ ആ സഹാബി പ്രവാചകന്റെ മുന്നിൽ ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോ ആ സഹാബിയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ജാഹിലിയത്തിന്റെ അഴുക്ക് നിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലടാ എന്നാണ് സഹാബിയോട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തത്. ഇതിനേക്കാൾ മനോഹരമായ മൊറാലിറ്റി പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ. ഇസ്ലാം അല്ലാത്ത ഒരു ആദർശത്തെ, ഒരു പ്രത്യയശാസ്ത്രത്തെ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഉറക്കെ ബേക്കലിന്റെ മണ്ണുകളിൽ
കേരളത്തിന്റെ മണ്ണുകളിൽ മുടക്കാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കിട്ടുന്ന വേദികളാണ്. തൗഹീദ് നിർഭയത്വമാണ് എന്ന് പറയുന്ന ആദർശത്തിലൂടെ ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നന്മ തിന്മകളെ പഠിപ്പിക്കേണ്ടത് ലോകത്തിന്റെ നാഥനാണ് എന്നർത്ഥം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഓതി കേൾപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ വചനം സൂറത്തു അറാഫിലെ ഒരു വചനമാണ്. ആ സൂറത്ത് അറാഫിലെ വചനം എന്തിനാണ് പ്രവാചകൻ അല്ലാഹു നിയോഗിച്ചത് എന്നുള്ളതാണ്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. അതേ പ്രവാചകനായ, അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർക്ക് അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ എന്നാണ്. എങ്ങനെയുള്ള പ്രവാചകനാണ്? മുൻവേദങ്ങളായ തൗറാത്തിലും ഇൻജീലിലും പരാമർശിക്കപ്പെട്ടവനായ പ്രവാചകൻ. ആ പ്രവാചകൻ ഉഖാലയിലും മജന്നായിലും ദുൽമജാസിലും അറഫയിലും അതുപോലെ തന്നെ മക്കയിലും കഅബയുടെ പരിസരത്തും മദീനയുടെ മണ്ണിലും ത്വയ്ബയുടെ മണ്ണിലും വന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുകയായിരുന്നു ആ മതാചാര്യൻ. വയൻഹാഹും അനിൽ മുൻകർ, അതേ വെറുക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ എതിർക്കുകയായിരുന്നു ആ പ്രവാചകൻ. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, പരിശുദ്ധമാക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ദൈവികമായി നിങ്ങൾക്ക് അനുവദിച്ചു തരികയായിരുന്നു ആ പ്രവാചകൻ. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛകരമായി എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധങ്ങളുടെ പട്ടികയിലേക്ക് എഴുതി ചേർക്കുകയായിരുന്നു ആ പ്രവാചകൻ. വയളഉ അൻഹും ഇസ്റഹും, നിങ്ങളുടെ കഴുത്തുകളിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പുകളെ താഴെ വെച്ച് തരികയായിരുന്നു ആ പ്രവാചകൻ. വലഅലാലല്ലതീ കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂ, ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാരാണോ, അദ്ദേഹത്തിന് പ്രതാപം നൽകുന്നവരാരാണോ, അദ്ദേഹത്തെ സഹായിക്കുന്നവരാരാണോ, അദ്ദേഹത്തിന് ഇറക്കപ്പെട്ട പ്രകാശത്തിന്റെ വിളക്കുമാടമാകുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങളെ പിൻപറ്റുന്നവരാരാണോ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ധർമ്മങ്ങളെ സമസ്ഥാപിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. ആ ജീവിതം എങ്ങനെയാണ് എന്നാണ് ഇൻഷാ അല്ലാഹ് ശിഹാബ് മൗലവി നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ മക്കയുടെ മണ്ണിൽ വന്നുകൊണ്ട് ഹബീബായ പ്രവാചകൻ ആദ്യമായി ലോകത്തിന്റെ തമ്പുരാനെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. മദ്യത്തിൽ നിന്നവർ മടങ്ങി, മദിരാക്ഷിയിൽ നിന്ന് മടങ്ങി, അന്യരെ കൊല്ലുന്നതിൽ നിന്ന് മടങ്ങി, ഗോത്ര പകകളിൽ നിന്ന് മടങ്ങി. പിന്നെ എങ്ങനെയുള്ള സമൂഹമായി മാറി? അതേ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹാഹും അനിൽ മുൻകർ എന്ന് പറയുന്ന സുന്ദരമായ ഒരവസ്ഥയുടെ മേച്ചിൽപുറങ്ങളിലേക്ക് ആ സ്വഹാബികളെ കൊണ്ടുവന്ന് സിദ്ദീഖുമാരും ഉമറുമാരും ഉസ്മാനുമാരും അലിമാരും മിസ്അബ് ബിൻ ഉമൈറുമാരും സയ്യിദുമാരും അതുപോലെ തന്നെ സയ്യിദ് ബിൻ സഅനമാരും ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഉണ്ടായത് ഇസ്ലാമിന്റെ ഈ മൊറാലിറ്റി ഹൃദയങ്ങളിലേക്ക് തറച്ചു കയറിയത് കൊണ്ടാണ്. അത് വേണമെങ്കിൽ ഇടതടവുകളില്ലാത്ത ദഅവത്ത് വേണം, പ്രബോധനങ്ങൾ വേണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആ ഗോതയിലാണുള്ളത്, വിശ്രമമില്ല. ഒരു പദ്ധതി കഴിഞ്ഞാൽ അടുത്ത പദ്ധതി. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ലോകത്തിന്റെ രക്ഷിതാവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ വലിയ നന്മ എന്തുണ്ട് എന്ന് പറയുന്ന ആ ആഹ്വാനത്തെ നെഞ്ചിലേറ്റിയിട്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുന്നത്. ഒരുപാട് പാവപ്പെട്ട പ്രവർത്തകർ ഇന്ന് രാവിലെ മുതൽ വീട് കയറി ഇറങ്ങിയത് ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമാണ്. നോക്കുന്നു, റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന റിബി ഇബ്നു ആമിർ ചെയ്തത് ആ ദൗത്യമായിരുന്നു. ഉമർ ബിൻ ഖത്താബുമാർ ചെയ്തത് ആ ദൗത്യമായിരുന്നു. അതുകൊണ്ട് ആ മഹാദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വിട പറഞ്ഞു പോയി. നാളെ റബ്ബിന്റെ കോടതി ലാഭം കൊയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംസാരത്തെ ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അധ്വാനത്തെ ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിച്ച ആളുകളുടെ മനസ്സുകളിൽ അല്ലാഹു ആന്തോളനങ്ങളെ സൃഷ്ടിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും മാനുഷികമായി നമ്മിലൊക്കെ വന്നുപോയ വീഴ്ചകളകിലും റഹ്മാനും റഹീമും ഗഫാറും ഗഫൂറും തവ്വാബുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.